നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അരട്ടണ്ണോളം നിരോധിത പ്ലാസ്റ്റിക് കടത്തിയ ലോറി പിടികൂടി പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനായി വാഹനത്തിൽ കടത്തിയ ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് തദ്ദേശ വകുപ്പിന്റെ ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത്. കോഴിക്കോടുള്ള സലാല ഏജൻസീസ് എന്ന സ്ഥാപനത്തിൻ്റെതാണ് വാഹനം. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനായി വാഹനത്തിൽ കടത്തിയ 1/2 ടണ്ണോളം ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് തദ്ദേശ വകുപ്പിന്റെ ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത്. രാവിലെ 9:30 വാഹനം പയ്യന്നൂർ ടൗണിൽ വെച്ചാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധിച്ചത്. കോഴിക്കോടുള്ള സലാല ഏജൻസീസ് എന്ന സ്ഥാപനത്തിന്റെ KL 11 BU 9848 നമ്പർ വാഹനത്തിൽ കടത്തുകയായിരുന്ന പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് പൂണുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, ടെക്സ്റ്റൈൽ ഡീകട്ട് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പുകൾ എന്നിവയാണ് പിടികൂടിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് അയൽ ജില്ലകളിൽ നിന്നും വ്യാപകമായി നിരോധിത വസ്തുക്കൾ ലോറികളിൽ എത്തിക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് ദേശീയപാതയിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പിടിച്ചെടുത്ത വസ്തുക്കൾ പയ്യന്നൂർ നഗരസഭയുടെ MCFലേക്ക് മാറ്റി. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ അഷ്റഫ് PP, ലിജി M, അജയകുമാർ KR, ഷരീഖൽ അൻസാർ, അലൻ ബേബി, പയ്യന്നൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കൃഷ്ണൻ PP, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ശ്യാം കൃഷ്ണൻ, അനീഷ് ലാൽ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.